ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിതാ മിക്സിൻ്റെ ജാറിൽ എങ്ങനെ പഴത്തിനോട് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഒരു മൈസൂർ കേക്ക് വെച്ചിട്ടോ. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാർ എടുത്തു. അതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചെടുത്തു. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചെടുത്തിട്ട് നല്ലോണം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. സിമ്പിളാണ്. ഇങ്ങനെ മൈസൂർ കേക്കൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക. കേക്ക് മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ടോ, ബീറ്റർ എടുക്കാതെ. ഇനി നമുക്ക് നല്ലോണം ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടോ. ഇനി ഒട്ടും വെള്ളം ഉണ്ടാവരുത്. മിക്സിൻ്റെ ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇനി അടുത്ത് എന്തൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നോക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ, അതേമാതിരി 1/4 കപ്പ് പാല്, സാദാ പാൽ തന്നെ കേട്ടോ. അവിടെ ചെയ്തിട്ട് നല്ലോണം ഒന്ന്. ഇനി അതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ചെയ്യുന്ന മാതിരി കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ തട്ടിട്ട് കൊടുക്കുക. എല്ലാ ഇതിന് മുന്നൊക്കെ ഞാൻ കേക്കിൽ പറയുന്നതാണ്, ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് സ്പാച്ചിലെടുത്തിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ ഗ്യാസിലാണ് ഇട്ടത് ബേക്ക് ചെയ്യുന്നത്. ഇനി മധുരം ബാലൻസിന് നുള്ളു ഉപ്പിട്ട് കൊടുത്തു. 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. വീണ്ടും നല്ലോണം മിക്സ് ചെയ്യുക. ഈ സമയം കൊണ്ട് ഞാനിതാ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ, അത്യാവശ്യം കുഴിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ മാറ്റി വെച്ചു. ഇനി മൈസൂർ പഴം 4 മൈസൂർ പഴം, ഞാൻ അധികം പഴുപ്പൊന്നുമില്ല, അത്യാവശ്യം പഴുപ്പുള്ളൊരു മൈസൂർ പഴം. ഒട്ടും വെള്ളമില്ലാതെ നമ്മളത് മിക്സിൻ്റെ ഈ ജാറിലിട്ട് തന്നെ അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്. അപ്പോൾ നല്ലോണം ഒഴിച്ചത് ഈ രീതിയിലാട്ടോ വേണ്ടെങ്കിൽ മൊത്തം നമുക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചെടുക്കാം. മൊത്തമായിട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ടാണ് ഞാൻ അവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം അതിലേക്ക് ഒഴിച്ചെടുത്തു. നമുക്ക് ചൂടായ പാനിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 10-20 മിനിറ്റിൻ്റെ അടുത്തത് വേവിച്ചെടുക്കാം. സിമ്പിളാണ്, ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കാത്തവരൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. അടിപൊളിയാണ്. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നട്ട്സ് ഒന്നും ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. അതൊന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇത് നോൺ സ്റ്റിക്കിൻ്റെ അടുപ്പിൽ ഈ ഹോളുള്ള അടക്കണം കേട്ടോ. നിർബന്ധമായിട്ടും അവിടെ ഒരു ഹോളുണ്ടാവും ഗ്ലാസിൻ്റെ മൂടിയിൽ. ആ ഹോള് അടിച്ചിരിക്കണം. എന്തെങ്കിലും പേപ്പർ എടുത്തിട്ട്. ഇനി നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ 20 മിനിറ്റിൻ്റെ അടുത്തായിട്ടുള്ളൂ കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വെന്ത് കിട്ടി. ഞാനൊരു ടൂത്ത് പിന്നെടുത്ത് കുത്തിയേക്കുമ്പോൾ മാവ് പിടിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ ചൂടാറിന് ശേഷം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിട്ടോ. അപ്പോൾ അറിയാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ.